വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. പൊന്നാര ക്സാവി, പൊന്നാര ഡെക്കോ എന്തിനുള്ള പുറപ്പാടാണെന്ന് പടച്ചവനക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് പ്ലെയർ, ബ്രസീലിൽ നിന്ന് വരുന്ന 18-19 വയസ്സ് പ്രായമുള്ള വിട്ടോർ റോക്കെ എന്ന യങ് പ്ലെയർ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ബെറ്റർ ഓഫർ ഉണ്ടായിട്ട് പോലും അത് നിരസിച്ച് ബാഴ്സലോണ എന്ന തൻ്റെ ഡ്രീം ക്ലബിനെ ചൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടകരമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമാണ് ഇത് പറയുമ്പോൾ. വിട്ടോറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒന്നാമത് അവിടെ ലെവൻഡോസ്കി അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയം ലെവൻഡോസ്കിക്ക് ഒരു റിപ്ലേസ്മെൻറ്റിന് സമയമായി. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമിലാണ് അവിടെ വിട്ടോറൊക്കെ വരുന്നത്. വന്നിട്ട് അദ്ദേഹത്തിന് അല്ലറ ചില്ലറ ചാൻസുകൾ അവിടെ കിട്ടിയ സമയത്ത് ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് ഗോളടിച്ചു. ടോട്ടലി ഒരു പോസിറ്റീവ് വൈബനാണ് ആ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ വിട്ടോറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി മിനിറ്റ്സ് അധികം കിട്ടണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അതൊന്നും കിട്ടില്ല. അപ്പോഴൊക്കെ പുറത്തേക്കൊന്ന് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഫ്യൂച്ചറിലേക്ക് കണ്ടുവച്ചിട്ടുള്ളൊരു പ്രഷ്യസായ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇപ്പം തന്നെ ഉപയോഗിച്ചിട്ട് കേടുവരണ്ട വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ക്സാവി എന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് വെച്ചതെന്ന്. നിലവിൽ വരുന്ന ന്യൂസ് എന്താണ്? ന്യൂസ് വന്നിട്ട് 2-3 ദിവസമായി, എനിക്ക് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണ്ട, നമ്മൾ ബാഴ്സ ഫാൻസ് അല്ലേ. അപ്പോൾ നിലവിൽ വരുന്ന ന്യൂസ് വിട്ടോർ റോക്കേനെ ബാഴ്സയ്ക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പം നിലവിൽ പല സോഴ്സിൽ നിന്നും ആ ന്യൂസ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഫാബ്രീസിയോ കാര്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്സാവിയും ഡെക്കോയും കൂടി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വിട്ടോറോക്കെ എന്ന പ്ലെയറെ കുറിച്ച് പറയുമ്പോൾ വിത്ത് സ്റ്റാറ്റ്സ് അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബിലെ ഇമ്പാക്റ്റ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വിട്ടോറോക്കെ ഇഞ്ചറി വന്ന് പുറത്തിരുത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിരുന്നു. അദ്ദേഹം കളിച്ച സമയത്ത് ടീമിൻ്റെ പെർഫോമൻസ് അപ്പായിരുന്നു. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയറാണ്, യങ് പ്ലെയറാണ്, ഒരു ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെ വിശേഷണം നേടാൻ കെൽപ്പുള്ള തരത്തിലുള്ള പ്ലെയറാണ്, ഫിസിക്കലായിട്ട് കളിക്കുന്ന പ്ലെയറാണ്, അത്യാവശ്യം ടെക്നിക്കൽ ക്വാളിറ്റീസ് ഉള്ള പ്ലെയറാണ്, പേസ് ഉണ്ട്, ഫിനിഷിങ് എബിലിറ്റീസ് ഉണ്ട്, പിന്നെ അറിയാലോ ഒരു ഹങ്കറുള്ള പ്ലെയറാണ് ഗോളിൻ്റെ മുന്നിൽ. അപ്പം അത്തരത്തിലുള്ള ഒരു പ്ലെയറെ കൈ കിട്ടിയിട്ട് ഇത് ചവിട്ടി പുറത്താക്കുന്ന പോലത്തെ ഒരു പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ഓഫർ നിരസിച്ച് ഡ്രീം ക്ലബ്ബിലേക്ക് വന്നു. ഇവിടെ ക്സാവി മൂപ്പരോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് സത്യം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ക്സാവി ഇതിനോടകം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ റയൽ സോസിഡാഡിനെതിരെയുള്ള മാച്ചിലെങ്കിലും അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കണമായിരുന്നു, ആ പ്ലെയറെ കൗണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ അവസരങ്ങൾ കൊടുത്തില്ല. ക്സാവി എന്നെ മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് എത്ര തവണ ഈ ഒരു സൈനിങ്ങിനെ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. മെസ്സിയെ പോലെ അല്ലെങ്കിൽ റൊണാൾഡോനെ പോലുള്ള സൈനിങ് ആവുമെന്നൊക്കെ ക്സാവി പറഞ്ഞല്ലോ. ക്സാവി പിന്നെ എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? ഈ ഒരു പ്ലെയറെ കളിപ്പിക്കാൻ താല്പര്യമില്ല, ഈ ഒരു പ്ലെയറെ ഒരു ബാക്കപ്പായിട്ട് പോലും കണക്ക് കൂട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ക്സാവി എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? മൂപ്പര് ബാഴ്സൻ്റെ മാനേജറല്ലേ. പുറത്തുള്ള അതായത് ഇപ്പോൾ സൂബിമെൻറ്റിനോടും കിമ്മിച്ചിനോടൊക്കെ കാണിക്കുന്ന മുഹബത്ത് നമ്മൾ വലിയ പ്രതീക്ഷയിൽ കൊണ്ടുവന്ന ഈ ഒരു യങ് പ്ലേയേഴ്സിനോട് കാണിക്കണം എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. ക്സാവിനോട് ക്സാവി പറഞ്ഞാൽ കേൾക്കില്ല എന്നറിയാം. പക്ഷേ ഞാൻ ഇവിടെ നമ്മളൊരു രോദനം പറയാമെന്നുള്ളതാണ്. ഇവരെന്താണ് വിചാരിച്ചത്? ഇവരെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് മറ്റേ റൊണാൾഡോ നെസാറിയോ ആണോ എന്ന്? ഫസ്റ്റ് കളി തന്നെ 4 ഗോൾ അടിച്ച്, പിന്നെ ഒരു കളി 5 ഗോൾ അടിച്ച്, പിന്നെ 3 ഗോൾ അടിച്ച്, 4 ട്രിപ്പിൾ ചെയ്ത് ഗോൾ അടിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ ക്സാവിയും ഡെക്കോ ഒക്കെ മനസ്സ് കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്ലെയറെ കൊണ്ടുവന്ന് ഒരു സീസൺ എന്നല്ല, ജനുവരിയിൽ കൊണ്ടുവന്ന് 10-12 കളി കളിപ്പിച്ച് ചെക്കൻ അതിൽ 3 ഗോളും അടിച്ച്, എന്നിട്ട് ഇനി പോയിക്കോ, ഇനി ആവശ്യമില്ല, ഇനിയിപ്പം ക്ലബിൻ്റെ ബാക്കപ്പായിട്ട് പോലും കണക്ക് കൂട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് നാണക്കേടാണ്. നാളെ എന്ത് ധൈര്യത്തിലാണ് വേറൊരു യങ് പ്ലെയർ മറ്റ് ക്ലബ്ബുകളെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ബാഴ്സയെ ചൂസ് ചെയ്യേണ്ടത്? എന്ത് കണ്ടിട്ട് ചൂസ് ചെയ്യണം? ഇപ്പോൾ ഞാൻ പറയാം, വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. ബാഴ്സയിൽ വന്നിട്ട് ഒരുപാട് യങ് പ്ലേയേഴ്സ്, ബ്രസീലിയൻ പ്ലേയേഴ്സ് നശിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഇഞ്ചുറിൻ്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിട്ടോർ റോക്കിക്ക് അതുപോലും നേരിടേണ്ടി വന്നിട്ടില്ല. ഇഞ്ചുറിൻ്റെ പ്രശ്നമൊന്നും മൂപ്പരെ കാര്യമായിട്ട് അലട്ടിയിട്ടില്ല. ആൾ ഫിറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ടേബിളിൽ 20ാം സ്ഥാനത്തുള്ള ക്ലബിനായിട്ട് കളിക്കുമ്പോൾ പോലും വിട്ടോർ റോക്കോനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. സത്യത്തിൽ ഞാൻ സങ്കടം കൊണ്ട് പറയുകയാണ്, അത് ഭയങ്കര മോശം പരിപാടി തന്നെയാണ്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹവും ഏജൻറ്റൊക്കെ തീരുമാനം എടുത്തു ഇനി ക്ലബ്ബ് വിടണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ വായിച്ചത് 45 മില്യൺ ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ വിട്ടോറോക്കനെ കൊടുക്കുന്നുള്ളതാണ്. കൊടുക്കാനാണ് അപ്പോൾ ഇത്ര കുട്ടി ഘോഷിച്ച് ജനുവരിയിൽ എന്താ പറയുക, മറ്റേ ഗാബിൻ്റെ ആ ഒരു സാലറി സ്പേസ് വന്നപ്പോൾ ചാടി പിടിച്ച് കൊണ്ടുവന്നത് ഒരു ഹാഫ് സീസൺ കഴിഞ്ഞിട്ട് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പോൾ സാവിക്കാണെങ്കിൽ കുറച്ച് സ്പാനിഷ് പ്ലേയേഴ്സിനോടൊരു മുഹബത്ത്, ഡെക്കോക്കാണെങ്കിൽ കുറച്ച് പോർച്ചുഗീസ് പ്ലേയേഴ്സിനോടും ബ്രസീലിയൻ പ്ലേയേഴ്സിനോടും മുഹബത്ത്. അപ്പോൾ ഇവർ ഈ മുഹബത്തൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ലാമാസിയ പ്ലേയേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് പരിഗണനയല്ല. ഇതൊക്കെ ഈ ലാമിൻ യമാലിനോടൊക്കെ ചെയ്യുന്നത് ഒരു തരത്തിൽ ക്രൂരതയാണ്. ഇനിയെങ്കിൽ ആ പ്ലെയറിനൊന്ന് ബെഞ്ച് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം സാവി. ഈ സീസൺ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ഇപ്പോൾ റയൽ സോസിഡാഡിനെതിരെയുള്ള മാച്ചിലെങ്കിൽ ആ പ്ലെയർ ഒന്ന് ബെഞ്ച് ചെയ്യണ്ട. അതൊരു മാന്യതല്ലേ? ഈ ഒരൊറ്റ സീസണിൽ കളിച്ച് ഓടിച്ച് തീർക്കാനുള്ള വണ്ടിയല്ലല്ലോ ലാമിൻ യമാൽ. എത്ര സീസണിലേക്ക് ആവശ്യമുള്ളതാണ്? ഇവർ ഗാവിയിൽ നിന്നും പെഡ്രിയിൽ നിന്നും ഇതുവരെ പാഠങ്ങൾ പഠിച്ചിട്ടില്ലേ ക്ലബ്ബ്? ഞാൻ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കൂടി മെച്ചപ്പെടുമെന്നാണ് വിചാരിച്ചത്. കാരണം മാനേജ്മെൻറ്റ് സൈഡിൽ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ബൊഹാൻ ക്രിക്കിച്ചനൊക്കെ കൊണ്ടുവന്നത് അതിൻ്റെ പാർട്ടായിട്ടായിരുന്നു. പക്ഷേ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ ഒരു സീസൺ എൻഡ് ആകുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാവുന്നത്. ക്സാവി നിൽക്കുന്നു, ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തുമ്പോൾ ഇമാതിരി നെഗറ്റീവ് ന്യൂസാണ് നമ്മളെ ചെവിയിലേക്ക് എത്തുന്നത്. ഇതെന്തായാലും ടോട്ടലി ഫാൻസിനെ സങ്കടപ്പെടുത്തുന്ന, ആ ഒരു പ്ലെയറെ പറ്റിക്കുന്ന പോലെയുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇവർക്കൊരു താല്പര്യമില്ലെങ്കിൽ എന്തിനു കൊണ്ടുവന്നു? പടച്ചോൻക്കറിയാം ഇവരെന്താ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതരാം. എനിക്കൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്താണ് ബ്രോ ഇവരെ പ്ലാൻ? എന്ത് പ്ലാന്? ഓർക്ക് പോലും അറിയില്ല എന്താ പ്ലാനെന്ന്. ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ടൈഗ്രീഞ്ഞോക്ക് പകരം പടച്ചോനറിയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും മറ്റേ റോറിയൽ റൂമിനെ കൊടുന്ന പോലെ ആരെങ്കിലും കൊണ്ടുവരുമായിരിക്കും. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് മിറാക്കിളുകൾ പ്രതീക്ഷിക്കും. എന്നിട്ട് അവസാനം ലെവൻഡോസ്കി തന്നെ സ്റ്റാർട്ട് ചെയ്യും. ലെവൻഡോസ്കിക്ക് പകരക്കാരനായിട്ട് ഫെറാൻ ടോറസ്. ആ ഫെറാൻ ടോറസിനെ കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് ഇവർക്ക് വിക്ടർ റോക്കിനെ കളിപ്പിച്ചാൽ പ്രശ്നം വരുന്നത്? ഫെറാൻ ടോറസ് സീസണിൻ്റെ തുടക്കത്തിൽ കൊള്ളായിരുന്നു പല മാച്ചിലും. പിന്നീട് അങ്ങോട്ട് ആൾ ഡൗൺ തന്നെ ആയിരുന്നു. ഇടയ്ക്കൊരു ഫ്രീ കിക്കും ഹാട്രിക്കും അടിച്ചൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫെറാൻ ടോറസിനെ കളിപ്പിക്കുക. പക്ഷേ വിക്ടർ റോക്കി ബാക്കപ്പായിട്ട് പോലും വെക്കാൻ കൊള്ളാത്ത പ്രൊഡക്റ്റാന്നൊക്കെ പറയുമ്പോൾ ഇത് എന്ത് പരിപാടിയാണ്? അതേസമയം റയൽ അവിടെ എംബാപ്പേനെ കൊണ്ടുവരുന്നു, എൻട്രിക്കിനെ കൊണ്ടുവരുന്നു. നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.